അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 5ാമത്തെ പാഠം അൽ ഹുക്കാമുൽ ഇളാം ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ മഹാന്മാരാകുന്ന ഭരണാധികാരികൾ എന്ന വിഷയത്തിൻ്റെ ആ പാഠത്തിൻ്റെ ഖുറാസയാണ് കേട്ടോ നമ്മൾ വായിക്കുന്നത്. നസ്വിലോ ചേരുംപടി ചേർക്കാനാണ്. നിസ്കാരത്തിൽ കൊല്ലപ്പെട്ടു. ആരെ? ഈ എന്താ? ഷിഹാബുദ്ദീൻ ഗോരി. ഖുതുബ് മിനാർ സ്ഥാപിച്ചു. സി ഖുതുബുദ്ദീൻ ഐബക്. ലോധി ഭരണത്തിൽ പ്രസിദ്ധനായ ഭരണാധികാരി എ സിക്കന്ദർ. സ്വന്തം മരുമകനെ കൊലക്കുറ്റത്തിന് തൂക്കിലേറ്റി ബി അഹ്മദ് ഷാ. ഇവിടെ ചെറിയൊരു പറ്റി, രണ്ടും റെഡ് കളർ ആക്കിയിട്ടില്ല. റെഡ് അല്ല, അത് സംഭവം കളർ വ്യത്യാസമുണ്ട്. പക്ഷേ അത് പോയി അങ്ങനല്ലേ, ആ കളർ ഒന്ന് മാറ്റിയിരുന്നു അല്ലേ? എൻ്റെ മക്കൾ ശ്രദ്ധിക്കട്ടോ. ഇനി ജീബു കലിം ബി കലിമ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. 1. മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയതാര്? ബാബർ. 2. ദിവസം 3 മണിക്കൂർ മാത്രം ഉറങ്ങിയിരുന്ന ഭരണാധികാരി ഔറംഗസീബ് ആലംഗീരി. ഇതൊക്കെ ചിലപ്പോൾ അക്ഷരത്തെറ്റുണ്ടാവും കേട്ടോ ടൈപ്പ് ചെയ്യുമ്പോഴേ. 3. ടിപ്പു സുൽത്താൻ്റെ യഥാർത്ഥ പേരെന്ത്? മൈസൂർ സുൽത്താൻ ഫതഹ് അലി ഖാൻ. പിന്നെ 4. സുൽത്താൻ ഷിഹാബുദ്ദീൻ ഗോരി ജനിച്ച ഗോർ ഏത് രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാൻ. 5. ഖുതുബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച ഭരണകൂടം ഏത്? അടിമവംശ ഭരണകൂടം. 6. രാജാവാകുന്നതിന് മുമ്പ് ജലാലുദ്ദീൻ ഖിൽജി സുബേദറായിരുന്നു. എവിടെ? ഖിൽജിയാണ്, ഖിൽജി, പഞ്ചാബ്. 7. റിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ഭരണകാലത്ത് കൃഷിയായുധങ്ങളായി എന്ത്? വാളുകൾ. തഖ്സീസ്. ഈ പാഠത്തിൽ നിന്ന് 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കുക. 1. ഖുതുബ് മിനാർ നിർമ്മാണം തുടങ്ങിയത് ആര്? ഖുതുബുദ്ദീൻ ഐബക്. 2. ആരുടെ സ്മരണക്കാണ് ഖുതുബ് മിനാർ നിർമ്മിച്ചത്? ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി. ഖിൽജി ഭരണകൂടം സ്ഥാപിച്ചത് ആര്? ജലാലുദ്ദീൻ ഖിൽജി. 4. ലോധി ഭരണകൂടത്തിൽ പ്രസിദ്ധനായ ഭരണാധികാരി ആരാണ്? സിക്കന്ദർ ലോധി. മഹ്മൂദ് ഗസ്നവി ഇന്ത്യയെ ആക്രമിക്കാനുണ്ടായ കാരണം എന്ത്? ജയ്പാൽ രാജാവ് തൻ്റെ രാജ്യമായ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചതുകൊണ്ട്. അഫ്ഗാനിസ്ഥാൻ. 6. അയോധ്യയിലെ ബാബരി മസ്ജിദ് പണിതത് ആര്? ബാബർ ചക്രവർത്തി. 7. ഔറംഗസീബിൻ്റെ മുഖമുദ്ര എന്തായിരുന്നു? സ്വഭാവമഹിമയും നീതിബോധവും പ്രജാസ്നേഹവും. 3. 8. ഒരു കാലത്ത് മലബാർ ഏത് ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്നു? മൈസൂർ ഭരണകൂടത്തിൻ്റെ. 9. ഔറംഗസീബിൻ്റെ വസൂയത്ത് എന്തായിരുന്നു? തൊപ്പി തുന്നി ലഭിച്ച 4 രൂപ കൊണ്ട് കഫൻ പുടവ വാങ്ങാനും ഖുർആൻ പകർത്തി ലഭിച്ച 800 രൂപ ദരിദ്രർക്ക് സ്വതക്ക ചെയ്യാനും, ഈ വാവിലെ സ്വതക്ക നൽകാനും. 10. ടിപ്പു സുൽത്താൻ രക്തസാക്ഷിയായ വർഷം 1799. ഇനി അതിൽ തഖ്സീസ് 2. ഇന്ത്യ ഭരിച്ച പ്രമുഖ മുസ്ലിം ഭരണാധികാരികൾ എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കിയാലോ? നോക്കാം. ഇന്ത്യയുടെ തുടക്കങ്ങളിലേക്കൂടി അസ്സാമലൊക്കെ പറഞ്ഞു കേട്ടോ. ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അടയാളങ്ങൾ തീർത്ത നിരവധി പ്രമുഖ മുസ്ലിം
ഭരണാധികാരികൾ കടന്നുപോയിട്ടുണ്ട്. ഡൽഹി സുൽത്താൻമാരിലൂടെയും മുഗൾ സാമ്രാജ്യത്തിലൂടെയും ദക്ഷിണേന്ത്യയിലെ മൈസൂർ അടക്കമുള്ള പ്രദേശങ്ങളിലൂടെയും അവർ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിലും സംസ്കാരത്തിലും സ്വാധീനിച്ചു. ഖുത്ബുദ്ദീൻ ഐബക് വളരെ ഉണ്ടാക്കുന്നത് കൂടിയതാണ്, അത് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ വന്നത് കേട്ടാ. ഖുത്ബുദ്ദീൻ ഐബക്കിനെ പോലെയുള്ള ഭരണാധികാരികൾ അടിമ വംശത്തിലൂടെ രാജ്യത്ത് പുതിയ ഭരണകൂടത്തിന് അടിത്തറയിട്ടു. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പാതയിലും നീതിബോധത്തിലും ഊന്നിയ ഭരണരീതികൾ പലരും കാഴ്ചവെച്ചു. ബാബർ ചക്രവർത്തി മുഗൾ ഭരണത്തിന് തുടക്കമിട്ടപ്പോൾ ഔറംഗസീബ്, ആലംഗീരി പോലെയുള്ളവർ കഠിനാധ്വാനവും ലളിതമായ ജീവിത രീതിയും കൊണ്ട് ശ്രദ്ധ നേടി. ശ്രദ്ധേയരായി. മൈസൂർ സുൽത്താനായ ടിപ്പു സുൽത്താനാകട്ടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സന്ധിയില്ലാ സമരം നയിക്കുകയും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ വെടിയുകയും ചെയ്ത ധീരനായ ഭരണാധികാരിയായിരുന്നു. ഇത്തരത്തിൽ നീതിയും ധൈര്യവും പാഠവും കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ ഒട്ടനവധി പ്രമുഖരാണ് ഇന്ത്യ ഭരിച്ചത്. അവരുടെ ജീവിതവും ഭരണരീതികളും നമ്മുടെ ചരിത്രത്തിലെ വിലപ്പെട്ട ഏടുകളാണ്. ഈ ചെറിയ എഴുത്താണ് മക്കളെ, മൊബൈലിലേക്ക് നോക്കിയാണ് വായിക്കുന്നത്, അതുകൊണ്ട് നല്ല പ്രയാസപ്പെട്ട് വായിക്കുക. അത് ലാപ്ടോപ്പിൽ എഴുതും, മൊബൈലിലേക്ക് ആക്കും. ലാപ്ടോപ്പിൻ്റെ മൈക്ക് പോരാ, അപ്പോൾ പിന്നെ ക്ലിയർ ചിലമ്പക്കും. മൊബൈലിലാകുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ എഴുത്താണ്, അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വായിക്കുക. അങ്ങനെ വായിക്കാൻ പാടില്ല എന്ന് വൈദ്യശാസ്ത്രം പറയാം. കാണുമ്പോൾ നല്ല ഉഷാറായിട്ട് കാണുമ്പോൾ വായിക്കാൻ പാടുള്ളൂ. അള്ളാഹു നീ കബൂലാക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളോട്, ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാരോട്, മശായിഖുമാരോട്, ഭാര്യ മക്കളോട്, ശിഷ്യന്മാരോട് അല്ലാഹ് നീ സർവ്വ പാപങ്ങളും പൊറുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും ആരോഗ്യവും ആഫിയത്തും തരണേ അല്ലാഹ്. നല്ല ബുദ്ധി തരണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തി തരണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കുള്ള പലരും ഇന്ന് ആറടി മണ്ണിലാണ്. എൻ്റെ ഉപ്പയടക്കം ഖബറിലാണ്. ആ ഖബറുകളിലേക്ക് ഇതിൻ്റെ മിസ്ലി സവാബ് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. സ്വർഗീയ ആനന്ദം കൊണ്ട് നിറക്കണേ അല്ലാഹ്. ഖബറിലെ പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരും മഹ്ശറയിൽ വരുമ്പോൾ മഹ്ശർ എളുപ്പാക്കണേ അല്ലാഹ്. ഫരീഖൻ ഇലൽ ജന്നയിൽ ഉൾപ്പെടുത്തി ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ലോക മുഅ്മിനീകൾ മുഅ്മിനാത്തുകളെയും നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.